തിരുവനന്തപുരത്ത് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. നാലാഞ്ചിറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹസീനയാണ് ഭർത്താവ് സുരേഷ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ആക്രമിച്ച ശേഷം ഇയാൾ കാറിൽ കയറി രക്ഷപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി നൃപൻ ചേരുന്നു. നൃപൻ, വളരെ ദാരുണമായ സംഭവമാണ് ഇത്. എന്താണ് കാരണമെന്നോ മറ്റോ അറിയാൻ കഴിയുന്നുണ്ടോ? എന്താണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? മനു, രാവിലെ തന്നെ അതിദാരുണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് മനു തന്നെ സൂചിപ്പിച്ചതുപോലെ നാലാഞ്ചിറയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. നാലാഞ്ചിറ വാടകയ്ക്ക് താമസിക്കുന്ന ഹസീന, 36 വയസ്സുള്ള ഹസീനയാണ് ഭർത്താവ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഭർത്താവ് സുരേഷ് കുമാർ രക്ഷപ്പെട്ടു. നാലാഞ്ചിറയിൽ 4 മാസമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ കുടുംബം എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇവർക്കൊപ്പം തന്നെ 4 മക്കളും ഉണ്ടായിരുന്നു. രാവിലെ ഈ ഹസീനയും ഭർത്താവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഈ ഭർത്താവായ സുരേഷ്. ഇയാൾ ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരുന്ന ആളാണ്. മണക്കാട് സ്വദേശിനിയാണ് ഈ ഹസീന. ഇവർ കഴിഞ്ഞ 4 മാസക്കാലമായിട്ടാണ് ഈ പറയുന്ന നാലാഞ്ചിറയിലെ ഈ പ്രദേശത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇവരുടെ രാവിലെ തന്നെ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നും തുടർന്നാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നീങ്ങിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ആ സമയത്ത് മക്കൾ കൂടെ ഉണ്ടായിരുന്നോ? ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ്, മണ്ണന്തല പോലീസ് സംഭവ സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സുരേഷ് എന്ന പ്രതി ഇപ്പോൾ മുങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇതിന് ശേഷം, കൊലയ്ക്ക് ശേഷം ആ പ്രതി അവിടെ നിന്ന് മുങ്ങി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളടക്കമുള്ള സംഘം ഈ പറയുന്ന കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാക്കേറ്റവും വഴക്കുമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് ഈ നിമിഷം ലഭിക്കുന്ന വിശദാംശങ്ങൾ. ഓക്കെ നൃപൻ, വളരെ വേഗത്തിൽ അവിടെ എത്തുക. അവിടെ എത്തിയതിനു ശേഷം നമുക്ക് സമഗ്രമായി തന്നെ അതിന്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്.